ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷാർജയിലെ ലൈറ്റ് ഫെസ്റ്റിവൽ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് വില്ലേജിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെ എൻട്രി ഫീ 10 ദിർഹംസ് ആണ്, കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ്. ഈ ഒരു ലൊക്കേഷൻ വന്നിട്ടുള്ളത് ഷാർജ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പോസിറ്റാണ്. എല്ലാ വർഷവും ഫെബ്രുവരിയിലാണ് ഇത് സ്റ്റാർട്ട് ആവാറുള്ളത്. ഫെബ്രുവരി 23 വരെയൊക്കെയുള്ളൂ ഈ ഒരു ഷോ. ഈ ലൈറ്റ് വില്ലേജിൽ വന്നപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാനും ഒക്കെയുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണ് ഈ ഒരു സെൻസർ സെൻറ്ററിൽ ഫ്ലവർ വിരിയുന്നത്. അടിപൊളിയായിരുന്നു അത് കാണാൻ. വീക്കെൻഡ് കഴിഞ്ഞ് മൺഡേയിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ മൺഡേ ആയതുകൊണ്ട് ഇന്ന് സ്റ്റേജ് ഷോയും കാണുന്നില്ല. വീക്കെൻഡിൽ സൺഡേ ഒക്കെ നല്ല സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. പെയിൻറ്റിങ്ങും പ്ലേ ഏരിയാസും ഒക്കെ ആയിട്ട് ഇവിടെ കുട്ടികൾക്ക് ഒരുപാട് എൻ്റർടൈൻ ഏരിയാസ് ഉണ്ടായിരുന്നു. ഈ ലൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ 2 വർഷം മുമ്പ് ഞങ്ങൾ ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാണുന്ന ഷാർജ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊന്നും ഇവിടെ ഇല്ല. ഈ വർഷം മറ്റുള്ള ലൊക്കേഷനിലാണ് കൂടുതലും ലൈറ്റ് ഷോ ഒക്കെ ഉള്ളത്. എവിടെ പോയാലും പിന്നെ ഈ ഒരു സീറ്റ്സ് ഞങ്ങൾക്ക് നിർബന്ധമാണ്. ലൈറ്റ് വില്ലേജിൽ കൂടുതലും മോഡേൺ ഫുഡ്സ് ആണെങ്കിലും ഇവിടെ ഒരു കോർണറിൽ അവരുടെ ട്രഡീഷണൽ ഫുഡ്സും അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ലുക്കേമാത്ത് റിഗാഗ് പോലുള്ള സ്നാക്സ് ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ അടിപൊളിയാണ്. നേരത്തെ ഫസ്റ്റ് കൗണ്ടറിൽ നിന്ന് ലൊക്കിമാത്ത് ഞങ്ങൾ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ഒന്നും വാങ്ങിയില്ല. ഇതൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിന്നു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങാമെന്ന് കരുതി. വേറെയും ഇവിടെ അടുത്ത് ലൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, അവിടേക്ക് പോകാൻ വേണ്ടി തിരിച്ചു പോന്നു. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് ലൈറ്റ് ഫെസ്റ്റിവലിൻ്റെ മറ്റൊരു ലൊക്കേഷനിലേക്കാണ്. അൽജാദ പാർക്കിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അവിടെ പില്ലേഴ്സ് ഓഫ് യൂണിറ്റി എന്ന ഒരു ലൈറ്റ് ഫെസ്റ്റാണ് നടക്കുന്നത്. എന്താ പറയുക, വന്നിറങ്ങിയപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ. പില്ലേഴ്സിൻ്റെ ഒരു കൂട്ടം തന്നെയുണ്ട് ഇവിടെ. പിന്നെ അതിൻ്റെ മുകളിലാണ് ഈ ലൈറ്റ്സും, പിന്നെ താഴെ ഫോഗൊക്കെ ആയിട്ട് അതിനിടയിലൂടെ നമുക്ക് നടക്കാം. ശരിക്കും കുട്ടികളുമായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. അവിടുത്തെ പുറത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനാണ് തോന്നിയത്. അത്രയ്ക്ക് എൻജോയ്മെൻറ്റ് പ്ലേസാണത്. എന്നാലും ഞങ്ങൾ അവിടെ നിന്നും പോന്നു. ലൈറ്റ് ഫെസ്റ്റിവലിൻ്റെ മറ്റൊരു ലൊക്കേഷനിലേക്കാണ് ഇനി പോകുന്നത്. ആൻ എക്സ്ട്രാ ഓർഡിനറി വിഷനുള്ള ഷാർജ റിസർച്ച് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പാർക്കിലേക്കാണ്. ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. ഇവിടെ നിന്നും കാണുന്നുണ്ട്. ലൈറ്റ് ഫെസ്റ്റിൻ്റെ ഓരോ ലൊക്കേഷനും ഏകദേശം അടുത്തടുത്ത് തന്നെയാണ്. എല്ലാ ലൊക്കേഷനും ഒരു ദിവസം തന്നെ കവർ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇത് 12 ലൊക്കേഷൻസിലായിട്ടാണ് ലൈറ്റ് ഫെസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അവിടെ ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ 10 മിനിറ്റിലുമാണ് ഇവിടെ ഷോ ഉള്ളത്. ഞങ്ങൾ പാർക്കിങ് അവിടെ പുറത്തിട്ടിട്ട് അവിടേക്ക് നടന്നു നീങ്ങി. പക്ഷേ അതിനുള്ളിലെത്തിയപ്പോഴാണ് അതിനുള്ളിലും പാർക്കിംഗ് ഉണ്ടെന്ന് മനസ്സിലായത്.
ഇവിടെയും അൽജാദ പാർക്കിലും എൻട്രി ഫ്രീ ആയിരുന്നു. ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ. ഈ പ്ലേസിൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെയൊക്കെ കാണാൻ. ഇപ്പോൾ ഞങ്ങൾ ഷോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനി ഒരു 5 മിനിറ്റ്സ് കൂടിയുണ്ട്. ഷോ സ്റ്റാർട്ടായിട്ടുണ്ട്. ഷോയുടെ ഒറിജിനൽ സൗണ്ട് ഇതിൽ കൊടുക്കാൻ കഴിയില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം. മറ്റൊരു സൗണ്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഒറിജിനൽ സൗണ്ട് അതിമനോഹരമായിരുന്നു. ഈ ഷോയുടെ ഫുൾ വ്യൂ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, ഒറിജിനൽ സൗണ്ടോട് കൂടി. ഷോർട്സ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നതാണ്. ഒരു ഷോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ വരുന്ന വഴിക്ക് ഇവിടെ മറ്റൊരു ലൈറ്റ് ഫെസ്റ്റിവലിൻ്റെ ലൊക്കേഷൻ കണ്ടു. പക്ഷേ അവിടേക്ക് ഞങ്ങൾ കയറിയില്ല. സമയപരിധി ഉള്ളതിനാൽ ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു. ലൈറ്റ് ഫെസ്റ്റിവലിൻ്റെ 3 ലൊക്കേഷനിൽ പോയ വിശേഷങ്ങളാണ് ഇന്നിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thanks for watching from Harakat family.